രോഗിയായ ഉറിയൻ മഠത്തിനെ ഗുരുവായൂരപ്പൻ ഓടിച്ച കഥ നിങ്ങൾക്കറിയാമോ? കുമരനെല്ലൂർ പ്രദേശത്തായിരുന്നു ഉറിയൻ മഠത്തിന്റെ ഇല്ലം. ഇല്ലത്തെ കാരണവരായ ദാമോദരൻ നമ്പൂതിരിക്ക് വാദസംബന്ധമായ രോഗങ്ങൾ ബാധിച്ചു. നാട്ടു ചികിത്സ കൊണ്ടൊന്നും അസുഖത്തിന് കുറവ് കണ്ടില്ല. ക്രമേണ രോഗം വർദ്ധിച്ചു വന്നു. മഠത്തിന് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ ഇരു കാലുകളും തളർന്നു. വളരെ ദുഃഖത്തോടെ അദ്ദേഹം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു തുടങ്ങി. പണത്തിന്റെ കാര്യത്തിൽ അല്പം പിശുക്കനായിരുന്നു അദ്ദേഹമെങ്കിലും നിത്യേന ഓരോ പിടി വെള്ളി നാണയം വഴിപാടായി ഗുരുവായൂരപ്പൻ ഒഴിഞ്ഞു വെച്ചിരുന്നു. സഹസ്രം തികയുമ്പോൾ ആ കിഴി ഗുരുവായൂർ സോപാനത്തിൽ സമർപ്പിക്കാമെന്നായിരുന്നു പ്രാർത്ഥന. ഒരു വർഷത്തിനുള്ളിൽ കിഴിയിൽ സംഖ്യ തികഞ്ഞു. രണ്ടുപേരുടെ സഹായത്തോടെ ഉറി പോലെ ഒരു ഞാത്ത് കെട്ടിയുണ്ടാക്കി അദ്ദേഹം അതിലിരുന്ന് ഗുരുവായൂർക്ക് പുറപ്പെട്ടു. ഗുരുവായൂരിൽ ബന്ധുവായ ഒരു കീഴ്ശാന്തിയുടെ മഠത്തിൽ താമസിച്ചു. അന്ന് രാത്രി അദ്ദേഹത്തിന് ഒരു സ്വപ്നദർശനമുണ്ടായി. പെൺകുട കഴിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ബ്രാഹ്മണൻ അങ്ങയെ സമീപിക്കും. എനിക്ക് ഒഴിഞ്ഞു വെച്ച് സഹസ്രം കിഴി അദ്ദേഹത്തിന് കൊടുക്കൂ, എനിക്ക് തൃപ്തിയാണ്. പക്ഷേ മഠത്തിന് തന്റെ സ്വപ്നദർശനത്തിൽ വിശ്വാസം തോന്നിയില്ല. പണക്കിഴി താൻ തന്നെ നടക്കിൽ വെക്കുമെന്ന് അദ്ദേഹം നിശ്ചയിച്ചു. ദരിദ്ര ബ്രാഹ്മണനും അന്ന് രാത്രി ഒരു സ്വപ്നദർശനമുണ്ടായി. രാവിലെ ഉറിയൻ മഠത്തിനെ കുളക്കടവിൽ കാണുമെന്നും പടവിൽ ഒരു ചുവന്ന സഞ്ചി വെച്ചിരിക്കും, അങ്ങതെടുത്ത് ഓടി രക്ഷപ്പെടുക എന്നായിരുന്നു. ഞെട്ടി ഉണർന്ന ബ്രാഹ്മണൻ സ്വപ്നം കണ്ടത് ശരിയാണ്. രോഗിയായ മഠത്തിന്റെ മുതൽ കക്കുന്നത് പാപമല്ലേ, പോരാത്തതിന് ഗുരുവായൂരപ്പിനുള്ള വഴിപാടും. സ്വപ്നം കാര്യമാകാതെ വൃത്തൻ വീണ്ടും മയങ്ങി. പിന്നെയും ഒരു സ്വപ്നം. മംഗലമോസ് ഒട്ടും സംശയിക്കേണ്ട, മഠത്തിന്റെ കിഴി എനിക്കുള്ളതാണ്. ഞാൻ സന്തോഷത്തോടെ അത് അങ്ങേക്ക് തരുന്നു, അത് എടുത്തുകൊള്ളൂ. നമ്പൂതിരി പിന്നീട് ഒട്ടും സംശയിക്കാതെ നേരെ കുളക്കടവിലേക്ക് നടന്നു. കൽപ്പടവിൽ ഉറിയൻ മഠം ഇരിക്കുന്നതായി കണ്ടു. ആരും കൂടെ ഉണ്ടായിരുന്നില്ല. കടവിൽ ഒരു ഭാഗത്ത് വെച്ചിരുന്ന ചുവന്ന സഞ്ചിയും എടുത്തുകൊണ്ട് അദ്ദേഹം ഓടി മറഞ്ഞു. സഞ്ചി എടുക്കുന്നത് കണ്ട മഠം കള്ളൻ എന്ന് വിളിച്ചു കൂപ്പി 2 കൈകളും കുത്തി പതിയെ എഴുന്നേറ്റ് പടവുകൾ കയറി അദ്ദേഹവും പിന്നാലെ ഓടി. കള്ളന്റെ പിന്നാലെ പാഞ്ഞ മഠം ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വെച്ചു. ക്ഷീണിതനായ മഠം കൊടിമര ചുവട്ടിൽ ഇരുന്ന് ഭഗവാനെ വിളിച്ചു. ഭഗവാനെ, ഇത്രയും സ്വരൂപിച്ചു കൊണ്ടുവന്ന പണക്കിഴി കള്ളൻ കൊണ്ടുപോയല്ലോ എന്ന് പറയുകയും അദ്ദേഹത്തിന്റെ കാതുകൾ ഒരു ശബ്ദം മുഴങ്ങി. ഹേ മഠം, ആ പണം എന്റേതല്ലേ? ഞാനാണത് ബ്രാഹ്മണന് കൊടുത്തത്. പരസഹായം കൂടാതെ അനങ്ങാൻ പോലും വയ്യാതിരുന്ന അങ്ങിപ്പോൾ എത്ര ദൂരം ഓടി? അങ്ങയുടെ വാതരോഗം നിശേഷം സുഖപ്പെട്ടില്ലേ? അപ്പോഴാണ് തനിക്ക് സംഭവിച്ച അത്ഭുതകരമായ രോഗശമനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യം വന്നത്. നാരായണ എന്നുറക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം നടക്കൽ വീണ് തൊഴുതു. ഉറിയിലേന്തി വന്ന മഠം എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഉറിയൻ മഠം എന്ന പേരിൽ അറിയപ്പെട്ടു.